നമസ്കാരം. കടത്തനാടിന്റെ മണ്ണായ പാലക്കാട് നിന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിനു വേണ്ടി വടകരയിലേക്ക് എത്തിയ ഷാഫി പറമ്പിൽ ശൈലജയ്ക്ക് ഒരു ശക്തമായ എതിരാളിയായി മാറുകയാണ്. യുവജനങ്ങളുടെ നേതാവെന്നറിയപ്പെടുന്ന ഷാഫി പറമ്പിൽ കോഴിക്കോട് എത്തിയ അന്ന് മുതൽ കോഴിക്കോട് ഇതുവരെ കണ്ടതിനേക്കാൾ അതിശക്തമായിട്ടുള്ള പ്രചരണം ആവേശത്തോടെ തന്നെ അരങ്ങേറുകയായിരുന്നു. അതായത് രാഷ്ട്രീയത്തിന്റെ ഓളം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. ചുരുക്കി പറഞ്ഞാൽ എന്തിനും ഷാഫി പറമ്പിലിനേക്കാൾ ഒരുപടി മുന്നിൽ എത്തണമെന്ന വാശി CPM-ന് ഉണ്ടാക്കാൻ ഷാഫി പറമ്പിൽ വടകരയിൽ എത്തേണ്ടി വന്നു എന്ന് ചുരുക്കം. ഇതിനിടെ ഷാഫി ഫാൻസ് എന്നൊരു വിഭാഗം കൂടെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വടകര പാർലമെന്റ് UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ കുട്ടികൾക്കൊപ്പം സൈക്കിൾ ചവിട്ടി അരൂരിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നതായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന ചിത്രങ്ങളെല്ലാം. അണികൾക്ക് ആവേശം പകർന്നുകൊണ്ടായിരുന്നു പ്രകടനത്തിന് ഷാഫി പറമ്പിൽ അരൂരിലെത്തിയത്. ഷാഫി പറമ്പിലിനെ കാണാനെത്തിയ ആളുകളുടെ തിരക്ക് കാരണം 3 മണിക്ക് നടത്തേണ്ടിരുന്ന പര്യടന സ്വീകരണം 4 മണിക്കൂർ വൈകി 7 മണിക്കാണ് അരൂർ കോട്ടുമുക്കിൽ എത്തിച്ചേർന്നത്. എന്നാൽ ആ സമയത്തും കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരും വയോവൃദ്ധരുമടക്കം നൂറുകണക്കിന് ആളുകൾ ഉൾക്കൊള്ളുന്ന നിറഞ്ഞ സദസ്സ് സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പാറക്കൽ അബ്ദുള്ളയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. AP മുനീർ മാസ്റ്റർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ, നജീബ് കാന്താപുരം MLA, അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ, മൂസ കൊത്തമ്പ്ര, ശ്രീജേഷ് ഊരറ്റ്, K സജീവൻ മാസ്റ്റർ, MK ഭാസ്കരൻ, കപ്ലികണ്ടി മജീദ് വിജയൻ മാസ്റ്റർ, P ശ്രീലത തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു. മുള്ളൻമുക്കിൽ നിന്നും നിരവധി മോട്ടോർ ബൈക്കുകളുടെയും കുട്ടികളുടെയും സൈക്കിളുകളുടെയും അകമ്പടിയോടെയായിരുന്നു സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. അതേസമയം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയപ്പോഴും ഇതേ രീതിയിലുള്ള സ്വീകരണം തന്നെയായിരുന്നു ആരംഭം മുതലേ നടത്തിയത്. അന്ന് സ്വന്തം തട്ടകമായ പാലക്കാട് നിന്നും വടകരയിലെത്തി മത്സരിക്കാനെത്തിയ അദ്ദേഹത്തെ വരവേൽക്കാൻ വടകര പുതിയ ബസ് സ്റ്റാൻഡിലും പരിസരത്തുമായി ആയിരക്കണക്കിന് UDF പ്രവർത്തകർ അണിനിരന്നിരുന്നു. അവിടെ നിന്ന് തുറന്ന വാഹനത്തിൽ റോഡ് ഷോ ആരംഭിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പ്രചരണം ആരംഭിച്ചത്. ആ യാത്ര അതേ ഊർജത്തിൽ ഇപ്പോഴും ഷാഫി പറമ്പിൽ തുടരുകയാണ്. എന്തായാലും UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ നേടിയെടുത്തിരിക്കുന്ന ഈ ജനപിന്തുണ അത് CPM-ന്റെ വോട്ടിൽ വലിയ കുറവുണ്ടാക്കും എന്നത് ഉറപ്പ്. കാരണം അത്രമാത്രം യുവജനങ്ങളാണ് ഷാഫി പറമ്പിലിന് ജയ് വിളിക്കാൻ ഇന്ന് അദ്ദേഹത്തിനൊപ്പം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ KK ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ചത് കൊണ്ട് മാത്രം സീറ്റ് ഉറപ്പിച്ചിരുന്ന വടകര മണ്ഡലത്തിലെ സീറ്റും CPM-ന് പോയി കിട്ടും എന്നത് ഉറപ്പാണ്.